ഇടതുപക്ഷം വന്നതിൽ പിന്നീട് ഇവിടെ ഒരു മാറാട് കലാപം ഉണ്ടായില്ലല്ലോ. അതിന് മുമ്പ് എന്തെല്ലാം കലാപം ഉണ്ടായി? ഇതെല്ലാം നിങ്ങളൊന്ന് ഓർക്കണ്ടേ. ഇതൊന്നും ഞാൻ പറയുമ്പോൾ ഞാൻ വർഗീയവാദിയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഇന്നലെ പൂത്തൊരു തകരയുണ്ട് സതീശൻ, ഞാനതേപ്പറ്റി പറയുന്നില്ല, അപ്രസക്തൻ. അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാം ഏറ്റെടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ വർഗീയവാദി. അതിന് തക്ക മറുപടി കാന്തപുരം തന്നെ കൊടുത്തിട്ടുണ്ട്. കാന്തപുരം കൂടി യോഗത്തിലും തൻ്റെ സ്വസിദ്ധമായ വർഗീയത അവിടെ എനിക്കെതിരെ പറഞ്ഞപ്പോൾ കാന്തപുരം ശാസിച്ചു, പരസ്യമായി പറഞ്ഞു, ഈ വേദി രാഷ്ട്രീയക്കാർക്ക് പരസ്പരം അതൊക്കെ വർഗീയത പറയാനുള്ളതല്ല എന്ന് സതീശന് പരസ്യമായി അദ്ദേഹം താക്കീത് ചെയ്ത് പ്രസംഗിക്കുകയുണ്ടായി. നിങ്ങളൊന്ന് ആലോചിക്കണം. ഇവിടെ മുതിർന്ന നേതാക്കന്മാരുണ്ട് കോൺഗ്രസ്സിലെ. ഞാനൊരിക്കലും കോൺഗ്രസ്സിനെതിരല്ല. മുതിർന്ന AK ആൻ്റണി പറയട്ടെ ഞാൻ വർഗീയവാദിയാണെന്ന്, രമേശ് ചെന്നിത്തല പറയട്ടെ, അവരെല്ലാം എത്രയോ സീനിയറായി, ഇളയാക്കാൾ എത്രയോ സീനിയറായ ആളുകളാണ്. അവർ പറയട്ടെ ഞാൻ വർഗീയവാദിയാണെന്ന്, ഇതെല്ലാം പറയട്ടെ. വേണുഗോപാലുണ്ട്, സതീശനുണ്ട്, നമ്മുടെ AK ആൻ്റണിയുണ്ട്, രമേശ് ചെന്നിത്തലുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഇന്ന് ലൈവായി ജീവിച്ച് രാഷ്ട്രീയത്തിൽ തന്നെ അവർ നിലനിൽക്കുന്നുണ്ട്. അവർ പറയട്ടെ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അഡ്മിറ്റ് ചെയ്യാം. പക്ഷേ ഇന്നലെ ഉദിച്ചൊരു തകര അതെയാണ്. നിങ്ങൾ പറഞ്ഞ കാറ്, ഞാനെന്നാ കാറ് കിട്ടും എന്നെല്ലാം ഉത്തരം ഞാൻ സുബാനൻ നേരം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം കാറിനെ പറ്റി പറഞ്ഞപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. 80 കൊല്ലങ്ങൾക്ക് മുമ്പ്, സതീശനൊക്കെ ജനിക്കുന്നതിന് മുമ്പ്, എൻ്റെ അച്ഛൻ എൻ്റെ മൂത്ത സഹോദരിക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് ആസ്റ്റിൻ കാർ കപ്പൽ ഇമ്പോർട്ട് ചെയ്താണ് കൊടുത്തത്. അന്ന് എൻ്റെ അച്ഛൻ ആ വാക്സോൾ വേവിൻ 6 സിലിണ്ടർ കാറിലാണ് സഞ്ചരിച്ചിട്ടുള്ളത്. എനിക്ക് എന്തുണ്ടായിരുന്നു എന്ന് 80 കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ അച്ഛൻ എഴുതിയിരിക്കുന്ന ഭാഗം ഉടമ്പടി കണ്ടാൽ ഇത്രയുണ്ട്. അത്രയും ഭൂസ്വത്തുകൾ ഉടമയായിരുന്നു എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛൻ കയർ ഫാക്ടറി ഉൽപ്പന്നങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് അയക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവിടെ നിന്ന് കപ്പലിൽ ഇറക്കാൻ സാധിച്ചത്. പക്ഷേ ഈ പറയുന്ന ആളിന് എന്താസ്തി ഉണ്ടായത് രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ്? ഒരാസ്തി ഉണ്ടാകാതെ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് എന്നെ എന്തിന് നിരന്തരം വേട്ടയാടുകയാണ്. SNDP പ്രസ്ഥാനത്തിന് മാത്രം എതിരെയല്ല, ഈഴവർക്കെതിരെയല്ലേ എന്നും പ്രതികരിക്കുന്നത്. SNDP പ്രസ്ഥാനത്തെ തകർക്കുക, ഈഴവനെ തകർക്കുക, അതിനെ തളർത്തുക. ഈ മാന്യൻ്റെ ഉപ്പാപ്പം വിചാരിച്ചാലും SNDP യോഗത്തെ തകർക്കാനും തളർത്താനും ഇതിനു മുമ്പും പലരും വന്നിട്ടുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് വളരെ അല്ലാതെ തളർന്നിട്ടില്ല. പിളർക്കാൻ ശ്രമിച്ചവരെല്ലാം സ്വയം പിളർന്നു പോയതല്ലാതെ ഇത് പിളർത്താൻ സാധിച്ചിട്ടില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. സുബാനൻ അദ്ദേഹത്തെ പലരും ഞാൻ എറണാകുളത്ത് വെച്ച് ചില പ്രസ്താവന ഇറക്കിയപ്പോൾ ഉടനെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ചാനലുണ്ട്. അവരുടനെ വിളിച്ചങ്ങോട്ട് ഉടനെ ഒരു നെഗറ്റീവ് കിട്ടുമെന്നാണ് വിചാരിച്ചത്. കിട്ടിയില്ല. അദ്ദേഹം നല്ലൊരു മറുപടി പറഞ്ഞു. ആ മറുപടി പറഞ്ഞപ്പോൾ എന്താണ്, ഈ കാലഘട്ടത്തിൽ യോജിപ്പ് അനിവാര്യമാണെന്നും ഇതുപോലുള്ള കാറിൻ്റെ കാര്യമെല്ലാം പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് ഉപദേശ രൂപത്തിൽ ആ മാന്യൻ പറഞ്ഞുവെങ്കിൽ കാലഘട്ടത്തിൻ്റെ ചിന്തയും ഭാവനയും എവിടെ എത്തുന്നു എന്നുള്ള തിരിച്ചറിവ് എങ്കിലും ഇവർക്കൊക്കെ ഉണ്ടായാൽ നല്ലത്.